ഈ സ്പോർട്സ് ടെസ്റ്റ് വേൾഡ് കപ്പിൽ നിന്ന് മലയാളി താരം നിഹാൽ സരീൻ പുറത്ത്. ക്വാർട്ടറിൽ മാഗ്നസ് കാൾസനോട് തോറ്റാണ് നിഹാൽ പുറത്തായത്. അജിത് ബാബു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, പൊരുതിയാണോ നിഹാലിന്റെ മടക്കം? ബിൽ ചെസ് ലോകത്തൊരു ചൊല്ലുണ്ട്, മാഗ്നസ് ഡു മാഗ്നസ് തിങ്സ് എന്ന്. അതായത് മാഗ്നസിന് പകരം മാഗ്നസ് മാത്രമുള്ളതെന്നുള്ള ചെസ് വേൾഡിലെ അടയാളപ്പെടുത്തൽ എങ്ങനെയാണ് കൂടുതൽ ശരിയാവുന്നതെന്ന് ഇന്ന് വീണ്ടും മാഗ്നസ് തെളിയിക്കുകയായിരുന്നു. സ്പീഡ് ചെസ് ആയതുകൊണ്ട് തന്നെ അതിൽ നിഹാലിന് വലിയ പ്രാവീണ്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു മത്സരം പ്രതീക്ഷിച്ചെങ്കിലും ആ നിലയ്ക്കുള്ള മത്സരം ഉണ്ടായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 4 മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ മത്സരം നിഹാൽ ഡ്രോ ആവുകയായിരുന്നു, നിഹാലുമായി മാഗ്നസ് ഡ്രോ ആവുകയായിരുന്നു. 2ാം മത്സരത്തിൽ മാഗ്നസ് കാൾസൺ വിജയിച്ചു. 3ാം മത്സരത്തിലും മാഗ്നസ് കാൾസൺ വിജയിച്ചു. അങ്ങനെ 2.5 പോയിന്റ് നേടി 4ാമത്തെ കളി കളിക്കാതെ തന്നെ ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള പോയിന്റ് അദ്ദേഹം നേടുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഇതൊരു 10 മിനിറ്റ് ഗെയിമാണ്, ഇൻക്രിമെന്റ് ഒന്നുമില്ല. അതിൽ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സമയത്തിൽ സ്പീഡിൽ കളിക്കുന്ന ആളുകൾക്ക് വലിയ പ്രാവീണ്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. നിഹാൽ സരീൻ സ്പീഡ് ചെസിന്റെ മാസ്റ്റർ കൂടിയാണ്. പക്ഷേ ആദ്യ മത്സരത്തിൽ കളി അവസാനിക്കുമ്പോൾ മാഗ്നസ് കാൾസന് 2 മിനിറ്റും 23 സെക്കൻഡും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നിഹാൽ സരീന് 24 സെക്കൻഡ് മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. 2ാം മത്സരത്തിൽ കളി അവസാനിക്കുമ്പോൾ 1 മിനിറ്റ് 36 സെക്കൻഡും മാഗ്നസ് കാൾസൺ ഉണ്ടായിരുന്നു. അതേസമയം നിഹാൽ സരീന് 19 സെക്കൻഡ് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. 3ാം മത്സരത്തിൽ കളി അവസാനിപ്പിക്കുമ്പോൾ മാഗ്നസ് കാൾസന് 6 മിനിറ്റും 1 സെക്കൻഡും ബാക്കി ഉണ്ടായിരുന്നു. നിഹാൽ സരീന് 3 മിനിറ്റും 29 സെക്കൻഡുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സ്പീഡിലും താൻ മുന്നിലാണ് എന്ന് മാഗ്നസ് കാണിക്കുകയാണ്. എല്ലാ മേഖലയിലും ബ്ലിറ്റ്സ്, റാപ്പിഡ്, അതുപോലെ തന്നെ ക്ലാസിക്, എല്ലാ ഫോർമാറ്റിലും എന്തുകൊണ്ടാണ് അങ്ങനെ തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും മാഗ്നസ് കാൾസൺ മുന്നേറുന്നത്. നിഹാൽ സരീൻ, മലയാളി താരം, ഇന്ത്യയുടെ താരം, പുറത്തായിരിക്കുകയാണ്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.